അതെ. How are you? No, it's not possible. ഹേമ, അച്ഛൻ വന്നിട്ടുണ്ട്. എവിടെ? ഹാളിൽ ഇരിക്കുന്നു. Thank you very much. മോളെ ഇരിക്കെ. അച്ഛൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. മോക്ക് സുഖാണോ? പരമസുഖം. അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കോ? എനിക്കെന്റെ മണിക്കൂട്ടനില്ലേ? അവന് സുഖാണോ? പിന്നെന്താ അവന് സുഖത്തിനൊരു കുറവ്? കാര്യം കുതിരയാണെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ നോക്കണത്. ഇവിടെ ജോലിയൊക്കെ നല്ല രസാ. കൊറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഏതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ, പിന്നെ വരാം. ശരി അച്ഛാ. ഹേമ, എന്താ തമ്പുരാട്ടി? ഇപ്പൊ വന്നിട്ട് പോയത് അച്ഛൻ. അച്ഛൻ പിറന്നു അന്ന് തൊട്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ അച്ഛനെന്നല്ലേ വിളിക്കേണ്ടത്? അപ്പോ വളർത്തച്ഛനാ. പക്ഷേ എനിക്ക് അച്ഛൻ തന്നെയാ. അമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണത്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ച് തുപ്പും ഞാൻ. ക്ഷേമേ? അതെ മേഡം. കോവിലകത്തിന്റെ മാനം കാക്കാൻ എനിക്കൊന്ന് വലിച്ചറിഞ്ഞില്ലേ? അവര് ദുഷ്ടയാ, ദുഷ്ട. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വിഷമം കൊണ്ടാ. ഐ എം സോറി. ഇന്ന് ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ, ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ. എന്നിട്ടും അവൾ എനിക്ക് അന്യയാകുന്നു. അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെ അമ്മയാണെന്ന് പറയാ? എന്താ ഇത് വലിയ ശല്യമായല്ലോ? എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയ പട്ടി. വെറുതെ അല്ല അവര് നേരത്തെ പോയത്. ഞാനോ? വേണ്ടാവേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടണ എടുത്തോളാവേ. എടുത്തോളാം. ആ കയറിക്കോ. ഓമാന തിങ്കൾ കിടാവോ പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഇതൊരു കുരിശായല്ലോ. എന്തായി ഫൽഗുനൻ സാറേ? അണ്ണാക്ക് കൊള്ളുന്ന കാലത്താരിച്ച് സംബന്ധം ഉണ്ടാക്കാൻ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കൊന്നുകളയാൻ എന്നെ തൊടാ കിട്ടില്ല, എന്നെ തൊടാ കിട്ടില്ല. ഒട്ടകത്തെ കെട്ടിക്കോ, കിട്ടിയവനെ തട്ടിക്കോ. ഒട്ടകത്തെ കെട്ടിക്കോ, ഒട്ടകത്തെ കെട്ടിക്കോ.
ഈ വര കടന്ന് വെളിയിൽ പോകരുത്. ലൈല മുക്കാല ആത്മഹത്യ മാരുതി ജിപ്സി തന്നെ വേണമായിരുന്നു അമ്മവ. ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായനെ. വീട്ടിൽ നിന്ന് പറഞ്ഞാണോ പോന്നെ? രക്ഷിക്കണം സാർ. ഓ, ആ പെമ്മിനെ പിടിക്കാൻ വരിക. ഇയാൾ വല്ല കുർത്തക്കേടും കാണിച്ചിട്ടുണ്ടാവും. നിന്റെ മോൻ തേടിച്ച് സാറേ, ഞാൻ ആ ലേഡീസ് ഷോപ്പിന്റെ മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറയോടി. പെമ്പിള്ളേര് പിടിക്കുന്നത് എന്തിനാ? കൊണ്ടുപോവാൻ. അയ്യേ, സോറി സാർ, ഇയാള് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സാർ. രക്ഷിക്കണം സാർ. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരും ഇല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സാർ, മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിനെ കളവൻ തന്നെ വേണോ? സാറേ ഞങ്ങൾ പറഞ്ഞു. ഒന്നും പറയണ്ട. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെയായി പോലുള്ള ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നടക്കുക. ഇയാള് പറയുന്ന കള്ള. ഞങ്ങളുടെ ലവ് ലാൻഡിലെ. അതെ, ലൗലാൻ. ലൗലാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രേമ തീരം. എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ഇയാള് വിട്ടു തരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേര് അനാഥരായി. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ മുട്ടും. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ കാര്യം അറിയാതെ. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. പറയുന്നേ അമ്മ കയറി. പ്ലീസ്. നീ പുറയിലേക്കടാ. അമ്മ അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ മാറിയടി. ഞങ്ങൾ സമ്മതിക്കില്ല സർ. പ്ലീസ് സൈഡ് പ്ലീസ്. സർ, ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുക സർ. സർ പ്ലീസ്. ഇയാളെ കൊണ്ടുപോകണ്ട സാർ. കണ്ടിട്ട് അത്ര ചെയ്യാൻ തോന്നുന്നില്ല. സർ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സർ. മോളെ, ഈ അമ്മാവന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? 3-ാം മാസം പച്ചമാങ്ങയിലെ പുളി ഒഴിക്കും. പോ. ഏതായാലും ആ പെമ്പിള്ളേരെ രക്ഷപ്പെട്ടു നന്നായി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെ ഉള്ളതിന്റെ പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ഈ ചെറുക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഓട്ടെ അമ്മാവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാന്നാ അവന്റെ വിചാരം. ആ, അതൊക്കെ പോട്ടെ. ചേട്ടൻ എവിടെയാ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടില്. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്തെന്ന് വെച്ചാ? തൃശ്ശൂര്. പോക്കാണെന്ന് തുടങ്ങിയിട്ട് എത്ര നാളായി? 5-6 കൊല്ലമായി. ദേഹോപദ്രം ഉണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുമോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വരൂ, നമുക്ക് പോ. ചതിക്കരുത്. ഇനി മേലിൽ ഇങ്ങനെ അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു. ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. അഴിച്ചു വിടുകയല്ലേ? അഴിച്ചുവിട്ടോളൂ. ആ ലോഡൊന്നും ഇറക്കിക്കോളൂ. വേഗം മോളും ചെല്ലേ. പെട്ടെന്ന്. ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. പാടാം ആരോമശേഖവർക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ കൊട്ടുപിടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ. ഓമലാളെ കണ്ടു ഞാൻ പൂനിലാവിൽ
ഹലോ, ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോവാണെങ്കിലേ പിടിച്ചേരാ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്. വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. സീ യു, ബൈ.